Hi, Makale Abdullah Sarane. Abdullah Sar in the one Rikinade. 10 minutes to Makana, 10 mark in the idiot come in the Lagario Maitana. A Makaling and I confused like 10 minutes spend it up 10 mark Gitonaba. Kanya Varsangal one the Tilla, Pradana Petta, or Nali questions I done Sar one the Rikinade. In Nali questions in Mudimakal Gitamuna, the 10 mark. Anapi your video can the Makale. A Nali cho the Anglomadinda Uttarangal on the Padich Tirikana, but it's a Kule. Now, set down. We will complete 10 minutes complete 10 minutes market lo alla video ante pagadi kandu ഞങ്ങൾക്ക് മാർക്കറ്റ് ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയരുത് ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ വരാം മേബി ഇതേ ക്വസ്റ്റ്യൻ വരാം അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ വരാം അപ്പോൾ സമാനമായ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരാൻ എന്നുള്ള കാര്യം കൂടി സാർ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ചോദ്യം എന്താണ് അതിന്റെ ഉത്തരം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന രീതിയിൽ ഒരു ചോദ്യം വരാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യരുത് confused ആവരുത് അങ്ങനെ ഒരു ചോദ്യം വരാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആൻസർ ചെയ്യാൻ പറ്റണം അല്ലേ ഏതൊക്കെയാണ് മക്കളെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ നമ്മൾ നാലായി എത്രയാണ് തരംതിരിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ നാലായി തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് അതെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം അവിടെ ആൻസർ ചെയ്യണമല്ലോ ലാൻഡ് ഉണ്ട് അല്ലേ ലേബർ ഉണ്ട് ക്യാപിറ്റൽ ഉണ്ട് ഓർഗനൈസേഷൻ ഉണ്ട് ഭൂമിയുണ്ട് തൊഴിലുണ്ട് മൂലധനമുണ്ട് സംഘാടനമുണ്ട് അപ്പോൾ ഈ നാലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഉൽപാദന പ്രക്രിയയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ തരംതിരിച്ചിട്ടുള്ളത് അപ്പോൾ ഉൽപാദന പ്രക്രിയയെ നാലായി തരംതിരിച്ചിരിക്കുന്നു അവ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം വരാം അല്ലെങ്കിൽ ഉൽപാദന പ്രക്രിയകളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു അതിലേതെങ്കിലും മൂന്നെണ്ണം എഴുതുക എന്നൊരു ചോദ്യം വരാം അപ്പോൾ എത്രയായി തരംതിരിച്ചിരിക്കുന്നു മൂന്നെണ്ണം എഴുതുക എന്ന് പറയുമ്പോൾ മൂന്നല്ല തരംതിരിച്ചിട്ടുള്ളത് നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ഇതാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങളവിടെ നാലായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം മൂന്ന് അവിടെ ആൻസർ കൊടുക്കണം അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് മക്കളെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ അല്ലേ ഭൂമി തൊഴിൽ മൂലധനം അതുപോലെ തന്നെ സംഘാടനം എന്നിങ്ങനെ നാലായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചോദ്യം വരാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക അബ്ദുള്ള സാർ മനസ്സിൽ വിചാരിക്കണം എന്നില്ല ഈ സാർ പഠിപ്പിച്ചിട്ടുള്ള ഈ ക്ലാസ് മനസ്സിൽ വിചാരിക്കുക കൃത്യമായിട്ട് എന്ത് ചെയ്യുക അവിടെ ആൻസർ കൊടുക്കാം ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതേ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് അപ്പോൾ എന്താണ് പറയുക നമ്മളോട് പറഞ്ഞത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഉൽപാദനം വാട്ട് ഇസ് പ്രൊഡക്ഷൻ എന്താണ് ഉൽപാദനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചോദ്യം വരാം എന്താ പറയുക ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് എന്ന രീതിയിൽ ചോദ്യം വരാം എന്താണ് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്റെ ആവശ്യങ്ങളും സാധനങ്ങളും നിറവേറ്റുന്നതിന് സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്താ നമ്മൾ പറഞ്ഞ ഉൽപാദനം എന്ന് പറഞ്ഞല്ലേ പ്രക്രിയയാണ് ഡാഷ് എന്ന രീതിയിലും ചോദ്യം വരാം അപ്പോൾ അവിടെ ഉൽപാദനമാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ആൻസർ ചെയ്യണം അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഡക്ഷൻ വന്നാലും അല്ലെങ്കിൽ എന്താ പറയുക ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് എന്ന രീതിയിലും ചോദ്യം വരാം അല്ലെങ്കിൽ വാട്ട് ഇസ് പ്രൊഡക്ഷൻ എന്ന രീതിയിലും ചോദ്യം വരാം അപ്പോൾ പ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസർ ചെയ്തത് പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് എന്നുള്ള മാത്രം നിങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ മതി സാധനങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യം വരാണെങ്കിലും മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അവിടെ ആൻസർ കൊടുക്കണം ഇതൊക്കെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാട്ടോ സാർ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ മക്കൾ കൺഫ്യൂസ്ഡ് ആവോ ഇല്ല അല്ലെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അവിടെ ആൻസർ കൊടുക്കണം ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ചോദിക്കാം മിഡിവൽ പീരീഡിലെ ആളുകളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു എന്താ പറയുക എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലെങ്കിൽ എന്തിനെ ആശ്രയിച്ചിട്ടായിരുന്നു സാമൂഹ്യ പദവി നിർണ്ണയിച്ചിരുന്നത് എന്ന രീതിയിലൊരു ചോദ്യം വരാം അങ്ങനെ വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻഡ് ബേസ് ഓഫ് കാസ്റ്റ് അതുപോലെ തന്നെ ഓക്യുപ്പേഷൻ വെൽത്ത് കാസ്റ്റ് ഓക്യുപ്പേഷൻ വെൽത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സോഷ്യൽ സ്റ്റാറ്റസ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇനി എന്താ പറയുക ആരൊക്കെയായിരുന്നു ഹയർ പൊസിഷനിൽ ഉണ്ടായിരുന്നത് കിങ്സ് ഉണ്ടായിരുന്നു ലോർഡ്സ് ഉണ്ടായിരുന്നു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ഇവരൊക്കെ ആയിരുന്നു എന്തുണ്ടായിരുന്നത് ഉയർന്ന സാമൂഹ്യ പദവിയിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു ലോ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത് നമ്മളിവിടെ പറയാൻ പറ്റും ആരൊക്കെയായിരുന്നു അഗ്രികൾച്ചറിലും ഹാൻഡിക്രാഫ്റ്റിലും എൻഗേജ്ഡ് ആയിട്ടുള്ളത് അവരായിരുന്നു എന്ത് ലോ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പിന്നെയോ ലോ സോഷ്യൽ സ്ട്രാറ്റ എന്ന് പറഞ്ഞാലും സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാലും കൺഫ്യൂസ്ഡ് ആയിരിക്കും മക്കളെ താഴ്ന്ന സാമൂഹിക പദവികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്റ്റാറ്റ് പറഞ്ഞാലും സ്റ്റാറ്റസ് പറഞ്ഞാലും മക്കൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് തന്നെ അവിടെ ഇത് തന്നെയാണ് അവിടെ ആൻസർ വരാം ഇനി നമ്മളിവിടെ പറയുന്നത് ഈച്ച് കാസ്റ്റ് എന്തുണ്ടായിരുന്നു ദെയർ ഓൺ കസ്റ്റംസ് ആൻഡ് എന്തുണ്ടായിരുന്നു റിച്വൽസ് ഉണ്ടായിരുന്നു അല്ലെ കസ്റ്റംസ് ഉണ്ടായിരുന്നു റിച്വൽസ് ഉണ്ടായിരുന്നു ഇനി കഴിഞ്ഞ വർഷം വന്ന ചോദ്യമായിരുന്നു എന്ത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും 2 എബിൾ പ്രാക്ടീസസ് എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്താം സതി ആൻഡ് ചൈൽഡ് മാരേജ് അവരുടെ 2 എബിൾ പ്രാക്ടീസസ് കണ്ടില്ലേ അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള 2 അനാചാരങ്ങൾ ഏതാന്ന് പറഞ്ഞാൽ സതിയും ശൈശവ വിവാഹവും ഒക്കെ എന്ത് ചെയ്യാം
ആൻസർ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഇതിൽ സാർ പറഞ്ഞതില് ഒരു 3 ക്വസ്റ്റ്യനോളം പറഞ്ഞു അല്ലെ. അപ്പൊ സോഷ്യൽ സിറ്റുവേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, ഇതിലൊരു 3 പോയിന്റ്സ് അവിടെ ആൻസർ കൊടുത്താൽ മതി. ഇനി എവൾ പ്രാക്ടീസസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താം, ഇതിൽ കാണുന്ന പോലെ സതിയും അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് അവിടെ ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ ആരായിരുന്നു ഹയർ സോഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആരാണ് ലോ സോഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്നത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, അവിടെ എന്താണ് കിങ്സും നോബിൾസും ലോർഡ്സും ഓഫീസേഴ്സ് ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. അറ്റ് ദ സെയിം ടൈം ലോ സോഷ്യൽ സ്റ്റാറ്റസിലോ ഹാൻഡിക്രാഫ്റ്റും അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ എൻഗേജ് ആയിരുന്ന ആളുകളായിരുന്നു ലോ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. ഇനി സോഷ്യൽ സ്റ്റാറ്റസ് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഡിറ്റർമൈൻ ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുകയാണെങ്കിലോ കാസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓക്യുപ്പേഷൻ വെൽത്ത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്തുണ്ടായിരുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് മലയാളത്തിലും കൂടി സാർ ഒന്ന് പറയാം. മലയാളം കുട്ടികളാകെ പരാതിപ്പെടാണ് സാർ എന്തപ്പോൾ ഇംഗ്ലീഷിൽ മാത്രം ഇംഗ്ലീഷ് പോയിന്റ്സ് മാത്രം സ്ലൈഡ് മാത്രം കാണിക്കുന്നവർ അല്ലേ. അപ്പൊ ജാതി ഉദ്യോഗം സമ്പത്ത് എന്നിവയുടെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത് സാമൂഹ്യ പദവി നിർണ്ണയിച്ചിരുന്നത്. അതുപോലെ തന്നെ രാജാക്കന്മാര് പ്രഭുക്കന്മാര് പുരോഹിതന്മാര് ഉദ്യോഗസ്ഥർക്കൊക്കെ ആയിരുന്നു എന്തുണ്ടായിരുന്നത് ഹയർ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന പദവികൾ ഉണ്ടായിരുന്നത്. കൈത്തൊഴിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർക്കായിരുന്നു എന്തുണ്ടായിരുന്നത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ തന്നെ ഓരോ ജാതിക്കും എന്തുണ്ടായിരുന്നു അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. സതി ശൈശവം പോലെയുള്ള അനാചാരങ്ങൾ നിലനിന്നിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ചോദ്യം ഇതിൽ 2-3 ക്വസ്റ്റ്യൻസിനുള്ള വകുപ്പുണ്ട് അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം വന്ന ചോദ്യം ഇതായിരുന്നു അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ ഇതിന്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഇനി ഇതിലെ ലാസ്റ്റ് വരുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ പറയാൻ പറ്റും. കേരള ക്യാൻ ബി ഫിസിയോഗ്രഫിക്കലി ഡിവൈഡഡ് ഇൻടു ഹൈലാൻഡ് മിഡ്ലാൻഡ് ആൻഡ് ലോവർ ലാൻഡ് ബേസ്ഡ് ഓൺ ദ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിനെ അല്ലെങ്കിൽ ഉയരത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് കേരളത്തെ എത്ര ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, എത്രയായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് മക്കളെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ഹൈലാൻഡ് ഉണ്ട്, മിഡ്ലാൻഡ് ഉണ്ട്, ലോ ലാൻഡ് ഉണ്ട് അല്ലെ. അപ്പൊ സമുദ്രനിരപ്പിന്റെ ഉയരത്തെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് തരംതിരിച്ചിട്ടുള്ളത്. ഇനി നിങ്ങളോട് ചോദിക്കാം ഏറ്റവും സമുദ്രത്തിന് ഏറ്റവും തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും എലവേറ്റഡ് ഏറ്റവും ഉയർച്ചയിലുള്ള പ്രദേശം ഏതാണ്, ഏറ്റവും തൊട്ടടുത്തുള്ളത് ഏതാണ്, ഈ രീതിയിൽ എന്ത് വരാം ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ ഓരോ പ്രദേശത്തിന്റെയും സ്ട്രക്ചർ അല്ലെങ്കിൽ അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അവിടുത്തെ സവിശേഷതകൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ക്രോപ്സ് ആണ്, ഏതൊക്കെ വിളകളാണ് അവിടെ കൃഷി ചെയ്യാൻ പറ്റുക, ഇങ്ങനെ രീതിയിലും ചോദ്യം വരാം. അപ്പൊ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ഇവിടെ നമ്മളിവിടെ കാണാൻ പറ്റും ഏതാണ് സമുദ്രത്തോട് അടുത്തുള്ളത് അല്ലെങ്കിൽ നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഏതാണ് നമുക്ക് ഇവിടെ എന്താണ് പറയാ ഏത് ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് എന്തുമായിട്ട് നിയർ ആയിട്ട് വരുന്നത് ഓഷനുമായിട്ട് നിയർ ആയിട്ട് വരുന്നത് ഏതാണ് മക്കളെ അതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്തു കേട്ടോ. ഏതാണ് നമ്മുടെ സമുദ്രത്തോട് അടുത്തുള്ള എന്താ പറയാ ഭൂപ്രകൃതി എന്ന് മക്കൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മളിപ്പോ 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും 40 നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് എക്സാമിന് വരുന്ന 40 അല്ലെങ്കിൽ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ 1 വേർഡും അതുപോലെ നമുക്കൊക്കെ ഒരു കാര്യം കൂടി അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ വരും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സാർ പറഞ്ഞിരുന്നത് അല്ലെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ A-B-C എന്നൊക്കെ രീതിയിൽ എന്ത് വരും സബ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മളോട് ഈ ഒരു ചോദ്യം ഈ ഒരു ഭാഗമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും എന്താ പറയുക നമ്മളുടെ ഉയരത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂപ്രകൃതിയെ എന്ത് ചെയ്തിട്ടുണ്ട് 3 ആയി വിഭജിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന രീതിയിൽ ചോദ്യം വരാം. അതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതിപ്പോ എന്താ മിഡ്ലാൻഡ് ആവും, ഇടനാടാവും, അല്ലെങ്കിൽ മലനാടാവും, അല്ലെങ്കിൽ തീരപ്രദേശമാവും, അതിന്റെ ഏതെങ്കിലും ഒന്നിന്റെ എന്താണ് പറയാ വിശദീകരിക്കുക അല്ലെങ്കിൽ എന്താണ് അതിന്റെ സവിശേഷത വിശദീകരിക്കാത്ത രീതിയിൽ എന്ത് വരാം ചോദ്യങ്ങൾ വരാം. അപ്പൊ മക്കളെ കൃത്യമായി എന്ത് ചെയ്യണം ആ കാര്യങ്ങൾ കൂടി നോക്കണം. ഇതിന്റെ എല്ലാത്തിനെയും ഇടനാടാണെങ്കിലും മലനാടാണെങ്കിലും തീരപ്രദേശമാണെങ്കിലും അല്ലെ ഹൈലാൻഡ് ആണെങ്കിലും മിഡ്ലാൻഡ് ആണെങ്കിലും ലോ ലാൻഡ് ആണെങ്കിലും മക്കൾ കലക്കി കുടിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ എക്സാമായിട്ട് അടിച്ചിട്ട് അടുപ്പിച്ചുകൊണ്ട് മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ആ മക്കൾ എന്ത് ചെയ്യുക അത് കൃത്യമായിട്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് മക്കൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 3 ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാറേ ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ എന്ത് ചെയ്യുന്നുണ്ട് ഇനിയും വരുന്നുണ്ട്. അപ്പൊ ആരെങ്കിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മക്കൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ എന്താ പറയുക നോട്ടിഫിക്കേഷൻ കിട്ടണല്ലേ സാർ ഇങ്ങനെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൈലം നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എത്തിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണ്ടേ. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഒക്കെ എനാബിൾ ചെയ്തു വെക്കുക. എല്ലാ എന്താ പറയുക വീഡിയോസും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 6ാം ക്ലാസ്സിന്റെ ചാനൽ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇട്ടിട്ട് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിട്ട് അപ്പൊ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ എനാബിൾ ചെയ്ത് വെക്കുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈവ് സെഷൻ ഒക്കെ കൃത്യമായിട്ട് കാണുക, കംപ്ലീറ്റ് മാർക്കും എക്സാമിനേഷന് സ്കോർ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് തൽക്കാലം സാർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ, ബൈ ബൈ.